ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. കയറ്റം പ്രതീക്ഷിച്ച വിപണികൾ. യൂറോപ്യൻ വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. അമേരിക്കൻ വിപണികളിലും നേട്ടം. രാജ്യാന്തര സ്വർണ്ണവില കുറഞ്ഞു. കടപ്പത്രങ്ങളിലെ നിക്ഷേപ നേട്ടം വർദ്ധിച്ചു. ക്രിപ്റ്റോ കറൻസികളും തിളക്കത്തിൽ. ചില്ലറ വിൽപ്പന വില അടിസ്ഥാനമാക്കിയ വിലക്കയറ്റം 4 മാസത്തെ കുറഞ്ഞ നിരക്കിൽ. ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയത് 5.09%. ഭക്ഷ്യ വിലക്കയറ്റം വീണ്ടും കൂടി 8.66%. കേരളത്തിലെ വിലക്കയറ്റം 4.64% കൂടി. രാജ്യത്തെ വ്യാവസായിക വളർച്ചയിലും ഇടിവ്. അമേരിക്കയിലെ പണപ്പെരുപ്പ നിരക്കിലും വർധന. അതിവേഗ വിതരണത്തിനായി രാജ്യവ്യാപകമായി ഡാർക്ക് സ്റ്റോറുകൾ സ്ഥാപിക്കാൻ ഫ്ലിപ്കാർട്ട്. പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഡാർക്ക് സ്റ്റോറുകൾ സ്ഥാപിക്കുമെന്ന് കമ്പനി. 2 മാസത്തിനുള്ളിൽ ക്വിക്ക് കൊമേഴ്സ് അഥവാ അതിവേഗ വ്യാപാരം ആരംഭിക്കും. സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പുകളുടെ വിവരങ്ങൾ ബാങ്കുകളോട് ആവശ്യപ്പെട്ട RBI. റിപ്പോർട്ട് ചെയ്യപ്പെട്ട തട്ടിപ്പുകൾ, പണം തിരിച്ചുപിടിക്കാൻ സ്വീകരിച്ച നടപടികൾ, പോർട്ട്ഫോളിയോയിലെ വീഴ്ചകൾ എന്നിവ RBIക്ക് കൈമാറണം. നടപടി സ്വർണ്ണപ്പണയ വായ്പകളിൽ ജീവനക്കാർ കൃത്രിമം കാണിച്ചുള്ള തട്ടിപ്പുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടെ. ഉയർന്ന യോഗ്യതയുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ആശ്വാസമായി അമേരിക്കൻ നിയമനിർമ്മാതാവിന്റെ ഇടപെടൽ. ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡുകൾ നൽകുന്നതിനുള്ള 7% ക്വാട്ട റദ്ദാക്കണമെന്ന് വാദം. വർഷങ്ങളായുള്ള ഇന്ത്യക്കാരുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് പെൻസിൽവേനിയയിലെ 8ാം കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിക്കുന്ന മാറ്റ് ക്വാർട്ടൈറ്റ്. കഴിഞ്ഞ ദിവസം ലാഭമെടുപ്പ് എല്ലാ മേഖലകളും വ്യാപിക്കുന്ന ഒരു രംഗമാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ബ്ലൂ ചിപ്പ് ഓഹരികളായിരുന്നു. അതിനിടെ സെബി മേധാവിയുടെ ഒരു പ്രതികരണവും ഇന്നലെ വന്നിരുന്നു. എന്തായാലും ഇന്നത്തെ മാർക്കറ്റിന്റെ സ്ഥിതി നോക്കിയാൽ ദേശീയ ഓഹരി വിപണി ഒരു അല്പം ഇറക്കത്തിലാണ്. 18 പോയിന്റ് താഴ്ന്ന് 22,317 വ്യാപാരം നടക്കുന്നത്. ഇനി ബാങ്ക് ഓഹരികളുടെ സെക്ടറായിട്ടുള്ള നിഫ്റ്റി ബാങ്ക് ഇന്ന് ഉയർന്നാണ് വ്യാപാരം നടത്തുന്നത്. 47,324 നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് നേരിയ നേട്ടത്തിൽ 5 പോയിന്റ് ഉയർന്ന് 20,902 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോംബെ ഓഹരി സൂചികയും അല്പം മുമ്പ് നേരിയ നേട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ഒരു ഇടിവാണ് കാണിക്കുന്നത്. 6 പോയിന്റ് താഴ്ന്ന് 73,661 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ഡോളർ രൂപ സൂചിക നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഡോളറിന് നേട്ടം എന്ന നിലയിലാണ്. 4 പൈസ കൂടി 82 രൂപ 83 എന്ന നിലയിലാണ് ഡോളർ രൂപയുടെ വ്യാപാരം നടക്കുന്നത്. രാവിലെ മാർക്കറ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാൻ ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS. ഗുഡ് മോർണിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. ഇന്നലെ ഈ സെബി മേധാവിയുടെ ഒരു പ്രതികരണം വന്നിരുന്നല്ലോ. അതായത് SME IPOകളിൽ കൃത്രിമം കാണിക്കുന്നു എന്ന ആ ഒരു പ്രതികരണം വന്നതിനെ തുടർന്ന് SME മേഖല പൂർണ്ണമായും ഇടിഞ്ഞു. കുറച്ച് ബ്ലൂ ചിപ്പ് ഓഹരികളുടെ ഒരു നേട്ടത്തിലാണ് ഇന്നലെ വിപണി പിടിച്ചു നിന്നത്. ഇന്നത്തെ വിപണി എങ്ങനെയായിരിക്കും? നിക്ഷേപകർക്ക് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടെന്ന് ഇന്നലെ പലരും പങ്കുവച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സെബിയുടെ ചെയർപേഴ്സൺ ഒരു ലേഡി, കുറച്ച് നേരത്തെ ഉള്ള സെബി ചെയർപേഴ്സണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വോക്കലായിട്ടുള്ള ഒരു ലേഡിയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SME സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്ന സെഗ്മെന്റ് ആണ്. അവിടെ ഒരു മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നടക്കുന്നു എന്നുള്ളതിന്റെ എന്തോ സൂചനകൾ സെബിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഈ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു എൻക്വയറി, അവരോടൊരു സ്ട്രെസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച. അപ്പോൾ സെബി ചെയർപേഴ്സൺ വളരെ പ്രൊആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മാർക്കറ്റ് ഒരു ഹെൽത്തി ആയിട്ടിരിക്കുക, ഒരു ബബിൾ ബിൽഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളത് അവർ പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അത് നന്നായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, മാർക്കറ്റ് ഇന്നൊരു പോസിറ്റീവ് ടെറിട്ടറിയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് മാർക്കറ്റിന് ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നു. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. 70 പോയിന്റോളം പ്ലസ് ആയിരുന്നു ഓപ്പണിംഗിൽ. അത് സൂചിപ്പിക്കുന്നത് ഹയർ ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് ഉണ്ട്. ലാർജ് ക്യാപ് ഷെയറുകൾ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ആളുകൾ ഈ മിഡ് ക്യാപ്പിൽ ലോസ് വന്നതുകൊണ്ട് കുറച്ചൊക്കെ ആളുകൾ ലാർജ് ക്യാപ്പ് വിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ചെറിയൊരു കോഷ്യസ് ആയിട്ടുള്ള ഒരു വ്യൂവിലാണ് നിൽക്കുന്നത്. വലിയൊരു സെൽ ഓഫ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും മാർക്കറ്റിന് സ്ലൈറ്റ് ഡൗൺവേർഡ് ബയസ് ആണെന്ന് പറയാം. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് പോയിന്റിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ചെറിയൊരു കറക്ഷൻ ഉണ്ട്. വിശദാംശങ്ങൾ നൽകിയത് പ്രിൻസ് ജോർജ്.